ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പേർ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് വേറെ ഒരു ലെവലിലേക്ക് തന്നെ ഉയരും. ടോപ്പിക് എന്താണ് എന്നല്ലേ? ഞാനൊരു സെൻറ്റൻസ് പറയാം. നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടാകും. ഇഫ് ഐ ഹാവ് $1,000,000 ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഇവിടെ ഈ സെൻറ്റൻസിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷേ ചിലർക്കെങ്കിലും അതെന്താണ് എന്ന് പറയാൻ പറ്റില്ല. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ അതെന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലെസൺ. ഈ ലെസൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും വളരെ ഈസി ആയിരിക്കും. മാത്രമല്ല, നമ്മളത് ഉപയോഗിക്കുമ്പോഴും ഒട്ടും തെറ്റ് വരുത്താതെ ഉപയോഗിക്കാനും സാധിക്കും. വളരെ കറക്റ്റായിട്ട് തന്നെ സെൻറ്റൻസുകൾ പറയാൻ സാധിക്കും. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്, വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത്തരം കണ്ടീഷണൽ സെൻറ്റൻസസിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇഫ് ഐ ഹാവ് എന്നുപയോഗിക്കുന്നതും ഇഫ് ഐ ഹാഡ് എന്നുപയോഗിക്കുന്നതും കണ്ടീഷണൽ സെൻറ്റൻസസിൻ്റെ ഒരു ഭാഗം ആണ്. ഇഫ് ഐ ഹാവ് എന്നായാലും ഇഫ് ഐ ഹാഡ് എന്നായാലും ഇത് രണ്ടും തമ്മിലുള്ള മിസ്റ്റേക്ക് എന്താ? അത് ഒരു ലെറ്റേഴ്സിൻ്റെ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ, വളരെ കുഞ്ഞ് മിസ്റ്റേക്ക്. പക്ഷേ മീനിങ്ങിൽ വരുന്ന വ്യത്യാസം അത് വളരെ വലിയ ഡിഫറൻസ് തന്നെയാണ്. പക്ഷേ അതിന് ഒന്നിന് പകരം വേറൊന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇഫ് ഐ ഹാവ് എന്നതിന് പകരം ഇഫ് ഐ ഹാഡ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഐ ഹാഡ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഇഫ് ഐ ഹാവ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ വ്യത്യാസം വരും. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആകില്ല കേൾക്കുന്നവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇഫ് ഐ ഹാവ് ഉപയോഗിക്കേണ്ടത്, ഇഫ് ഐ ഹാഡ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ നമുക്കറിയാം കണ്ടീഷണൽ സെൻറ്റൻസസ് ഉണ്ട്. എല്ലാ കണ്ടീഷണൽ സെൻറ്റൻസസും നമ്മൾ ഈ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും ഇംഗ്ലീഷിൽ 4 കണ്ടീഷണൽ സെൻറ്റൻസസ് ആണ് ഉള്ളത്. പക്ഷേ ഇത് 4 ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസും നമ്മുടെ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ 2 കണ്ടീഷണൽ സെൻറ്റൻസസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, ഫസ്റ്റ് കണ്ടീഷണൽ ആൻഡ് സെക്കൻഡ് കണ്ടീഷണൽ. ഇഫ് ഐ ഹാവ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസസ്. അതേസമയം ഇഫ് ഐ ഹാഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് ആണ്. ആദ്യം നമുക്ക് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്താണ് എന്ന് മനസ്സിലാക്കാം. വളരെ റിയൽ ആയിട്ടുള്ള പോസിബിൾ സിറ്റുവേഷൻസിനാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത്. എന്താണ് റിയൽ പോസിബിൾ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്? സംഭവിക്കാൻ സാധ്യതയുള്ള ചില സിറ്റുവേഷൻസ്. അതിൻ്റെ സ്ട്രക്ചർ ഇഫ് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുക എന്നതാണ്. പിന്നീട് അടുത്ത പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് വരുന്നത് വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. അതാണ് സ്ട്രക്ചർ. അപ്പോൾ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്, പിന്നെ അടുത്ത പാർട്ടിൽ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. ഇതാണ് സ്ട്രക്ചർ. ഇത് ഉപയോഗിക്കുന്നത് റിയൽ പോസിബിൾ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞല്ലോ, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. If I have time this weekend, I will call you. If I have time this weekend, ഈ വീക്കെൻഡിൽ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം എന്നാണ്. ഇഫ് ഐ ഹാവ് എന്നാണ് ഉപയോഗിച്ചത്. എനിക്ക് സമയമുണ്ടാവുക എന്നത് അത് ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. വീക്കെൻഡിൽ ചിലപ്പോൾ സമയം ഉണ്ടാവും, നമുക്ക് ഉറപ്പില്ല, പക്ഷേ സംഭവിക്കാം. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കില്ല, പക്ഷേ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് റിയൽ പോസിബിൾ സിറ്റുവേഷൻ. വേറൊരു എക്സാമ്പിൾ, ഇഫ് ഷീ ഹാസ് ഇനഫ് മണി ഷീ വിൽ ബൈ എ ലാപ്ടോപ്പ്. ഇഫ് ഷീ ഹാസ് ആണ്, ഐ ഹാവ് എന്ന് ഉപയോഗിച്ചതുപോലെ തന്നെയാണ് ഷീ എന്ന സബ്ജക്റ്റ് വരുമ്പോൾ ഷീ ഹാസ് ഉപയോഗിക്കണം. ഇഫ് ഐ ഹാവ്, ഇഫ് വി ഹാവ്, ഇഫ് ദേ ഹാവ്, ഇഫ് യു ഹാവ്, ഇഫ് ഷീ ഹാസ്, ഇഫ് ഹി ഹാസ്, അങ്ങനെ. അപ്പോൾ ഇഫ് ഷീ ഹാസ് ഇനഫ് മണി ഷീ വിൽ ബൈ എ ലാപ്ടോപ്പ്. അവൾക്ക് ആവശ്യത്തിന് പൈസയുണ്ടെങ്കിൽ അവൾ ഒരു ലാപ്ടോപ്പ് വാങ്ങും. അപ്പോൾ അത് വളരെ ജെനുവിനായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അത് സംഭവിക്കാം.
ഫ്യൂച്ചറിൽ നടക്കാനുള്ള ഒരു കാര്യമാണ്. പൈസ ഉണ്ടെങ്കിൽ അവൾ ഒരു ലാപ്ടോപ്പ് വാങ്ങും. റിയൽ പോസിബിലിറ്റിയാണ് അവിടെ. ഇപ്പോൾ അവൾ പൈസ കുറച്ച് സേവ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ പൈസ സേവ് ചെയ്തിട്ട് അത് പൈസ ആവുകയാണെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങും. ഇഫ് വി ഹാവ് ഗുഡ് വെദർ ടുമാറോ വി വിൽ ഗോ ടു ദ പാർക്ക്. ഇഫ് വി ഹാവ് ഗുഡ് വെദർ ടുമാറോ വി വിൽ ഗോ ടു ദ പാർക്ക്. നാളെ നല്ല ഒരു ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പാർക്കിൽ പോകും. ഇതും ഒരു റിയൽ പോസിബിലിറ്റിയാണ്. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കില്ല, ഉറപ്പൊന്നുമില്ല, എങ്കിലും പോസിബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഇഫ് ഐ ഹാവ് എന്ന് ഉപയോഗിക്കുന്നത്. ഹാവ് എന്നത് അവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഹാവ് എന്നത് അവിടെ മെയിൻ വേർബാണ്. അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് ഇഫ് പാർട്ടിൽ ഉപയോഗിക്കുന്നത്. If I have a meeting tomorrow, I will prepare the notes tonight. നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ മീറ്റിംഗ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരു റിയൽ പോസിബിലിറ്റിയാണത്. നമ്മൾ വെറുതെ ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുന്നതൊന്നുമല്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. If I have extra money at the end of this month, I will save it. എനിക്ക് കുറച്ച് എക്സ്ട്രാ മണി ഈ മാസം കിട്ടുകയാണെങ്കിൽ, ഈ മാസത്തിൻ്റെ അവസാനം കിട്ടുകയാണെങ്കിൽ ഞാനത് സേവ് ചെയ്യും. ഇവിടെ എക്സ്ട്രാ മണി കിട്ടാനും കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ ഇഫ് ഐ ഹാവ് എന്ന് പറയുന്നതും ഇഫ് ഷീ ഹാസ് എന്ന് പറയുന്നതും ഒക്കെ, ഇത്രയും സെൻറ്റൻസസ് ഒക്കെ നമ്മൾ പറഞ്ഞതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസസ് ആണ്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസും ആവാം. ഇഫ് ഐ ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ എന്നല്ലേ. ഇനി എനിക്ക് ടൈം ഇല്ലെങ്കിലും എന്നാണെങ്കിലോ ഇഫ് ഐ ഡോണ്ട് ഹാവ് ടൈം. ഇഫ് ഐ ഡോണ്ട് ഹാവ് മൈ അംബ്രല ഐ വിൽ ഗെറ്റ് വെറ്റ്. എനിക്ക് ഒരു കുട ഇല്ലെങ്കിൽ ഞാൻ വെറ്റാകും. ഐ ഡോണ്ട് ഹാവ് പറയുന്നത് പോലെ തന്നെ വി ഡോണ്ട് ഹാവ്, ദേ ഡോണ്ട് ഹാവ്, യു ഡോണ്ട് ഹാവ് എന്നൊക്കെ പറയാം. ഇനി സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്ട്സ്, തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇഫ് ഷീ ഡസൻറ്റ് ഹാവ്, ഇഫ് ഹി ഡസൻറ്റ് ഹാവ്, ഡോണ്ട് ഹാവ് അല്ല ഡസൻറ്റ് ഹാവ് എന്ന് ഉപയോഗിക്കണം. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ കോൾ യു. എനിക്ക് സമയമുണ്ടെങ്കിൽ നിന്നെ വിളിക്കാം എന്നാണ്. ഇഫ് ഐ ഹാവ് ടൈം. ഇപ്പോൾ നമ്മൾ ഇഫ് എന്ന ഒരു ക്ലോസ് ആണ് ആദ്യം, സെൻറ്റൻസിൻ്റെ ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് പറഞ്ഞത്. പക്ഷേ നമുക്ക് ആദ്യം റിസൾട്ട് പറയാം. ഐ വിൽ കോൾ യു ഇഫ് ഐ ഹാവ് ടൈം. ഇഫ് ഐ ഹാവ് ടൈം. അപ്പോൾ രണ്ട് തരത്തിലും പറയാം, മീനിങ്ങിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ മനസ്സിലായി. ഇനി സെക്കൻഡ് കണ്ടീഷണൽ എന്താണ്? ഇഫ് ഐ ഹാഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് കണ്ടീഷണലാണ് എന്ന് പറഞ്ഞല്ലോ. ഇഫ് ഐ ഹാഡ് ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇത് ഇമാജിനറി സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്. ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് കോൾ യു. നോക്കൂ, ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് കോൾ യു. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചേനെ എന്നാണ്. ഇവിടെ ഇഫ് ഐ ഹാഡ് ടൈം എന്ന് പറയുമ്പോൾ ഹാഡ് എന്നത് ഹാവ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് എന്ന മെയിൻ വേർബിൻ്റെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് ഹാഡ്. ഇഫ് ഐ ഹാഡ് ടൈം, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചേനെ എന്നാണ്. ഇപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഒരു പാസ്റ്റ് സിമ്പിൾ ടെൻസിലെ വേർബാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാഡ് എന്നത്. പക്ഷേ അത് പാസ്റ്റ് ടെൻസിലുള്ള കാര്യമല്ല പറയുന്നത്. പ്രസൻറ്റ് ടൈമിൽ ഇപ്പോൾ എനിക്ക് സമയം ഇല്ല. റിയൽ ആയിട്ടുള്ള റിയാലിറ്റി എന്താണ്? എനിക്ക് സമയമില്ല. അപ്പോൾ ഞാൻ പറയുകയാണ് പ്രസൻറ്റ് ടൈമിൽ എനിക്ക് സമയമില്ല, അതാണ് റിയാലിറ്റി. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചേനെ. അതെങ്ങനെ പറയുന്നത്? ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് കോൾ യു. ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. പിന്നെ അടുത്ത പാർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഐ സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വുഡ്, അത് കഴിഞ്ഞിട്ട് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഐ വുഡ് കോൾ യു. കോൾ എന്നത് ബേസ് ഫോമാണ്. സമയമില്ല എന്നതാണ് റിയാലിറ്റി. അൺലൈക്ലി ആയിട്ടുള്ള കാര്യം, അൺറിയൽ ആയിട്ടുള്ള കാര്യം, ഹൈപ്പോത്തറ്റിക്കൽ, അതായത് ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് സെക്കൻഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷണൽ ഓർക്കുന്നല്ലോ, എന്താണത്? റിയൽ പോസിബിലിറ്റിയാണ്.
ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചറിൽ പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് കണ്ടീഷണൽ. പക്ഷേ ഇവിടെ സെക്കൻഡ് കണ്ടീഷണൽ അങ്ങനെയല്ല, ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്. പ്രസൻറ്റ് കണ്ടീഷൻ അതല്ല. പലർക്കും ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത് സെക്കൻഡ് കണ്ടീഷണലിൽ. കാരണം സെക്കൻഡ് കണ്ടീഷണലിൽ ഇഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അത് ഒരു പാസ്റ്റിലെ കാര്യം ആണ്, പാസ്റ്റ് ടൈം ആണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് അല്ല, നമ്മൾ പറയുന്നത് പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ആണ്, പാസ്റ്റ് ടെൻസ് അല്ല. പക്ഷേ അവിടെ ഉപയോഗിക്കുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഇഫ് ഐ ഹാഡ് $1,000,000 rupees, I would travel the world എന്ന് പറയുമ്പോൾ ഇഫ് ഐ ഹാഡ് $1,000,000 rupees, ഹാഡ് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു, പക്ഷേ അതിൻ്റെ മീനിങ് എന്താ? എനിക്ക് $1,000,000 rupees, അത്രയധികം പൈസ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം ചുറ്റിയേനെ, ലോകം മുഴുവൻ ഞാൻ ട്രാവൽ ചെയ്തേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ എനിക്ക് $1,000,000 rupees ഉണ്ടോ? ഇല്ല. റിയാലിറ്റി എന്താണ്? ഇല്ല എന്നതാണ്. അപ്പോൾ നമ്മൾ ഹാഡ് ഉപയോഗിക്കുമ്പോൾ വിചാരിക്കും അത് പാസ്റ്റ് ടൈമിലെ കാര്യമാണ് പറയുന്നത്. അല്ല, പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ പറയുകയാണ്, ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുകയാണ് ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി, അതിനെപ്പറ്റി ഡ്രീം ചെയ്യുകയാണ്. ഇറ്റ്സ് നോട്ട് മൈ റിയൽ സിറ്റുവേഷൻ, റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അതല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ എന്താണ്? ഇഫ് ഐ ഹാവ് ഇനഫ് മണി ഐ വുഡ് ട്രാവൽ ദ വേൾഡ് നെക്സ്റ്റ് ഇയർ. എനിക്ക് പൈസയുണ്ടെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യും, നെക്സ്റ്റ് ഇയർ ഞാൻ ട്രാവൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ചിലപ്പോൾ അത് സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കില്ല. എനിക്ക് അത്രയ്ക്കൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യും നെക്സ്റ്റ് ഇയർ. പക്ഷെ സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിൽ പറയുന്നത് എന്താ? ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. എനിക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്തേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ എൻ്റെ കയ്യിൽ പൈസയില്ല, പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്തേനെ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസിൽ പറയുന്നത് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. പക്ഷേ സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്ന കാര്യം സംഭവിക്കില്ല, ഇല്ലാത്തൊരു കാര്യത്തെ ഇമാജിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഡ്രീം ചെയ്തിട്ട് പറയുകയാണ്. ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് ലേൺ ടു പ്ലേ ദ ഗിറ്റാർ. എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യാൻ പഠിച്ചേനെ എന്നാണ് പറയുന്നത്. ഇഫ് ഐ ഹാഡ് മോർ ടൈം, അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ ബിസിയാണ്, എനിക്ക് ഒട്ടും സമയമില്ല. എന്നിട്ട് ഞാൻ പറയുന്നത് എന്താ? എനിക്ക് സമയം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിച്ചേനെ എന്നാണ്. അപ്പോൾ പ്രസൻറ്റ് റിയാലിറ്റി എന്താണ്? എനിക്ക് ഒട്ടും സമയമില്ല, ഐ ആം എ വെരി ബിസി പേഴ്സൺ. നമ്മുടെ ഒരു വിഷ് പറയാൻ, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തിട്ട് പറയാൻ, നമുക്ക് നമ്മുടെ ഡ്രീം പറയാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇഫ് ഐ lived close to my family I would visit them every week. നോക്കൂ, ഇഫ് ഐ lived പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെരി ക്ലോസ് ടു മൈ ഫാമിലി, എൻ്റെ ഫാമിലിയുടെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിച്ചിരുന്നതെങ്കിൽ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എവറി വീക്ക്, എല്ലാ വീക്കിലും ഞാൻ അവരെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇഫ് ഐ lived എന്നാണ് ഉപയോഗിച്ചത്. ഞാൻ എൻ്റെ ഫാമിലിയുടെ അടുത്തല്ല താമസിക്കുന്നത്. ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ അതാണ്, ഞാൻ എൻ്റെ ഫാമിലിയുടെ അടുത്തല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വിസിറ്റ് ചെയ്തേനെ എന്നാണ്. പ്രസൻറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് അതല്ല, ഞാൻ അവിടെ അടുത്തല്ല താമസിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ? ഞാൻ അടുത്താണ് താമസിച്ചിരുന്നതെങ്കിൽ എന്ന്. ഇഫ് ഐ ഹാഡ് സെക്കൻഡ് കണ്ടീഷണൽ. വാട്ട് വുഡ് യു ഡു ഇഫ് യു വൺ ദ ലോട്ടറി? വാട്ട് വുഡ് യു ഡു? ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് വുഡ് യു ഡു ഇഫ് യു വൺ ദ ലോട്ടറി? നോക്കൂ, വൺ എന്നത് പാസ്റ്റ് ടെൻസ് ആണ്. വിൻ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വൺ. ഇത് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ലോട്ടറി അടിച്ചിട്ടില്ല, അതൊരു റിയാലിറ്റി അല്ല. അപ്പോൾ അങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്. എന്താണ് നിങ്ങൾ എന്ത് ചെയ്തേനെ എന്ന്. ഇപ്പോൾ ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഇല്ല. പലപ്പോഴും അഡ്വൈസ് ഒക്കെ കൊടുക്കുമ്പോൾ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ പറയില്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ നമുക്ക് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ഉപയോഗിക്കാം. ഇഫ് ഐ were you I would talk to your manager about that work.
നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. ഇഫ് ഐ വേർ യു, ഐ വുഡ് ടോക്ക് ടു യുവർ മാനേജർ അബൌട്ട് ദാറ്റ് വർക്ക്. ആ വർക്കിനെ പറ്റി ഞാൻ മാനേജറോട് സംസാരിച്ചേനെ. ഇഫ് ഐ വേർ യു എന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷണലാണ്. വേർ എന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പലപ്പോഴും സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉപയോഗിക്കുമ്പോൾ വാസ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം വേർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇഫ് ഐ വാസ് യു എന്നല്ല ഉപയോഗിച്ചത്, ഇഫ് ഐ വേർ യു എന്നാണ്. വാസ് എന്നത് ടെക്നിക്കലി അതൊരു പാസ്റ്റ് ടെൻസ് ഫോം ആണെങ്കിലും ഐ അതല്ലെങ്കിൽ വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വേർ എന്നാണ് ഉപയോഗിക്കുക. അതിന് കാരണം അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോം അതാണ്. ഇത് ഒരു ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുന്നതാണ്, അതൊരു റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വേർ എന്ന് തന്നെ ഉപയോഗിക്കുക. ഇഫ് ഐ വേർ, ഇഫ് ഹി വേർ, ഇഫ് വി വേർ, ഇഫ് ഷീ വേർ എന്ന് തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണ്, സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ആദ്യം ആലോചിക്കേണ്ടത് നമ്മളൊരു പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷനെ പറ്റിയാണോ പറയുന്നത്, റിയൽ പോസിബിൾ കണ്ടീഷൻ ആണോ എങ്കിൽ അവിടെ ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് ഉപയോഗിക്കുക, ഇഫ് ഐ ഹാവ് എന്ന് ഉപയോഗിക്കുക. ഇനി അല്ല, നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ അതല്ല, നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ സെക്കൻഡ് കണ്ടീഷണൽ ഇഫ് ഐ ഹാഡ് എന്ന് ഉപയോഗിക്കുക. ഫസ്റ്റ് കണ്ടീഷനിലാണെങ്കിൽ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ. പിന്നെ അടുത്ത ആ ഒരു റിസൾട്ടിൻ്റെ ഒരു പാർട്ടുണ്ടല്ലോ, അവിടെ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇനി സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഇഫ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അത് കഴിഞ്ഞ് റിസൾട്ട് പാർട്ടിൽ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇഫ് ഐ ഹാവ് ദ റിപ്പോർട്ട് റെഡി ബൈ ഫ്രൈഡേ ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു. ഇവിടെ ഇഫ് ഐ ഹാവ് നോക്കൂ, അതൊരു റിയൽ പോസിബിലിറ്റിയാണ്. എനിക്ക് ഫ്രൈഡേക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ഫ്രൈഡേ ആകുമ്പോഴേക്കും ആ റിപ്പോർട്ട് റെഡി ആവുകയാണെങ്കിൽ ഞാൻ നിനക്ക് അയച്ചു തരാമെന്നാണ്. ഇഫ് ഐ ഹാവ് ദ റിപ്പോർട്ട് റെഡി ബൈ ഫ്രൈഡേ. നോക്കൂ, ഇഫ് ഐ ഹാവ് അത് ഒരു റിയൽ പോസിബിലിറ്റിയാണ്. ചിലപ്പോൾ അത് റിപ്പോർട്ട് ശരിയാവും, അതിന് സാധ്യതയുണ്ട്. ഫസ്റ്റ് കണ്ടീഷണൽ ഇഫ് ഐ ഹാഡ് മോർ എക്സ്പീരിയൻസ് ഐ വുഡ് അപ്ലൈ ഫോർ ദാറ്റ് സീനിയർ പൊസിഷൻ. എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് ആണ് ഉപയോഗിച്ചത്, ഐ വുഡ് അപ്ലൈ ഫോർ ദാറ്റ് സീനിയർ പൊസിഷൻ. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താ, എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല, എനിക്കത് അപ്ലൈ ചെയ്യാനും പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താ, ഇഫ് ഐ ഹാഡ് എന്നാണ്. അതൊരു പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ എനിക്കില്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ ഇമാജിൻ ചെയ്തിട്ട് പറയുന്നതാണ്. ഇഫ് ഷീ ഹാസ് എ കാർ ഷീ വിൽ ഗിവ് അസ് എ റൈഡ്. അവൾക്കൊരു കാറുണ്ടെങ്കിൽ അവൾ നമ്മളെ ആ കാറിൽ കൊണ്ടുപോകും എന്നാണ്. ഇഫ് ഷീ ഹാസ്, നോക്കൂ, ഫസ്റ്റ് കണ്ടീഷണൽ റിയൽ പോസിബിലിറ്റിയാണ്, കാർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇഫ് ഷീ ഹാഡ് എ കാർ ഷീ വുഡ് ഡ്രൈവ് ടു വർക്ക് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദ ബസ്. അപ്പോൾ അവൾക്ക് ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ അവൾ വർക്കിന് പോകുമ്പോൾ അവൾ എന്താണ് ചെയ്യുക, അവൾ ബസ്സിന് പോകാതെ കാറിന് പോയേനെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാറുണ്ടോ? ഇല്ല. പ്രസൻറ്റ് റിയാലിറ്റി കാർ ഇല്ല എന്നതാണ്. അപ്പോൾ പറയുന്നത് എന്താ, ഇഫ് ഷീ ഹാഡ് എ കാർ. ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താ, കാർ ഇല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ അല്ലെങ്കിൽ ഇഫ് ഐ ഹാവ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റിയൽ പോസിബിലിറ്റിയാണ്. ഇഫ് ഐ ഹാഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. അത് ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുന്നതാണ്, പ്രസൻറ്റ് റിയാലിറ്റി അല്ല. അപ്പോൾ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിലും മീനിങ്ങിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചിന്തിക്കുകയാണ്, ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ആണ് എന്ന് വിചാരിക്കുക. അത് റിയൽ പോസിബിലിറ്റിയാണ്, നടക്കാൻ അവിടെ നമ്മൾ ഇഫ് ഐ ഹാവ് എന്നാണ് ഉപയോഗിക്കേണ്ടത്, ഫസ്റ്റ് കണ്ടീഷണൽ. അതല്ല, നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷൻ നമുക്ക് പൈസ ഇല്ല എന്നാണെങ്കിൽ, പൈസ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ എനിക്ക് ഒരു കാർ ഇല്ല, എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കില്ലേ, അതാണ് സെക്കൻഡ് കണ്ടീഷണൽ. എനിക്ക് ഒരു വീട് ഇല്ല, എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ. എനിക്കൊരു ബൈക്ക് ഇല്ല, എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് പൈസ ഇല്ല, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ. ഇതാണ് സെക്കൻഡ് കണ്ടീഷണൽ. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ
ചിന്തിക്കേണ്ടത്, ഓ ഇത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണോ, ഓ ചിലപ്പോൾ സാധിക്കും, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കണ്ടീഷണൽ. അതല്ലാതെ വെറുതെ നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രീം ചെയ്യുകയാണ്, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എങ്കിലും നമ്മൾ ഇമാജിൻ ചെയ്യുക, അവിടെ സെക്കൻഡ് കണ്ടീഷണൽ. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഗോ ടു ദ ജിം ടുമാറോ. എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ നാളെ ജിമ്മിൽ പോകും. അത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലേ, സംഭവിക്കാം, ടൈം ഉണ്ടെങ്കിൽ പോകാം. ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ് ഫ്ലൈ ടു പാരീസ്. എനിക്ക് വിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫ്രാൻസിലേക്ക് ഫ്ലൈ ചെയ്തേനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിങ്സ് ഉണ്ടാകുമോ നമുക്ക്? ഇല്ല. അപ്പോൾ അത് അൺറിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, ഇമാജിൻ ചെയ്യുന്നത് മാത്രമാണ്, സംഭവിക്കില്ല. നമ്മുടെ പ്രസൻറ്റ് അത് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്. ഒരിക്കലും നമുക്ക് വിങ്സ് ഇല്ല എന്നുള്ളൊരു കാര്യം, അതാണ് റിയാലിറ്റി. ഇഫ് ഐ ഹാഡ് വിങ്സ് എന്നാണ് അവിടെ പറയേണ്ടത്, ഇഫ് ഐ ഹാവ് വിങ്സ് അല്ല, ഇഫ് ഐ ഹാഡ് വിങ്സ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ സെക്കൻഡ് കണ്ടീഷണൽ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ, എവിടെ ഉപയോഗിക്കും എന്ന് മനസ്സിലായി. പക്ഷേ ഒരുപാട് പേർ മിസ്റ്റേക്ക് വരുത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയാം. രണ്ട് കണ്ടീഷണൽസും തമ്മിൽ മിക്സ് ചെയ്യുന്നതാണ് ഒരു മിസ്റ്റേക്ക്. ഇഫ് ഐ ഹാവ് മോർ ഫ്രീ ടൈം ഐ വുഡ് ലേൺ ഫ്രഞ്ച്. എനിക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫ്രഞ്ച് പഠിച്ചേനെ എന്നാണല്ലോ. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് ഫസ്റ്റ് പാർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹാവ് ആണ്, പക്ഷേ സെക്കൻഡ് പാർട്ടിൽ വുഡ് ഉപയോഗിച്ചു. അവിടെ വുഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. രണ്ട് കണ്ടീഷണൽസും മിക്സ് ചെയ്തു. ഇപ്പോൾ എനിക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ, എനിക്ക് ഫ്രീ ടൈം കുറച്ചുണ്ടെങ്കിൽ ഞാൻ ഫ്രഞ്ച് പഠിക്കും എന്നാണ് പറയേണ്ടതെങ്കിൽ ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം ഐ വിൽ ലേൺ ഫ്രഞ്ച് എന്നാണ് പറയേണ്ടത്. അത് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഒരു ഫ്രീ ടൈം എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം ഐ വിൽ ലേൺ ഫ്രഞ്ച് എന്ന് പറയാം. ഇനി അതല്ല, എനിക്ക് ഫ്രീ ടൈം കിട്ടാൻ ഒരു സാധ്യതയുമില്ല, എനിക്കിപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് ഫ്രീ ടൈം ഇല്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫ്രഞ്ച് പഠിച്ചേനെ. അപ്പോൾ ഇഫ് ഐ ഹാഡ് ഫ്രീ ടൈം ഐ വുഡ് ലേൺ ഫ്രഞ്ച് എന്നാണ് പറയേണ്ടത്. ഹാഡ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇഫ് ക്ലോസിൽ, അപ്പോൾ വുഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ രണ്ട് കണ്ടീഷണൽസും മിക്സ് ചെയ്തു, അതാണ് മിസ്റ്റേക്ക് ചില ആളുകൾ വരുത്തുന്നത്. ഫസ്റ്റ് കണ്ടീഷണലിലെ ഹാവ് ഉപയോഗിച്ചു ഇഫ് ക്ലോസിൽ, അതേസമയം സെക്കൻഡ് പാർട്ടിൽ എന്താണ് ഉപയോഗിച്ചത്, സെക്കൻഡ് കണ്ടീഷണലിലെ വുഡ് ഉപയോഗിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിപ്പോയി. പിന്നെ വേറൊരു മിസ്റ്റേക്ക് പല ആളുകളും ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇഫ് ഐ വുഡ് ഹാവ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഐ വുഡ് ഹാവ് എ കാർ ഐ വുഡ് ഡ്രൈവ് ടു ദ തിയേറ്റർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തിയേറ്ററിലേക്ക് ഡ്രൈവ് ചെയ്തേനെ എന്നാണ്. ഇപ്പോൾ എനിക്കൊരു കാർ ഇല്ല എന്നാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്, ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് ഡ്രൈവ് ടു ദ തിയേറ്റർ. ഇഫ് ഐ വുഡ് ഹാവ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇഫ് ക്ലോസിൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് ഫസ്റ്റ് കണ്ടീഷനിൽ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇഫ് ക്ലോസിൽ പാസ്റ്റ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് പാർട്ടിൽ ഉപയോഗിക്കേണ്ടത് വുഡ് ആണ്, വുഡ് ഹാവ് അല്ല. വേറെ ഒരു മിസ്റ്റേക്ക് വരുന്നത് മിസ്റ്റേക്ക് നമ്പർ 3. അത് ഇഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അത് പാസ്റ്റ് ടൈം ആണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകും, കൺഫ്യൂസ്ഡ് ആയി പോകും. കണ്ടീഷണൽ സെൻറ്റൻസസിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ആ സിറ്റുവേഷൻ ഇമാജിനറി ആണ്, അല്ലെങ്കിൽ അത് അൺറിയൽ സിറ്റുവേഷൻ ആണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. ഇനി വേറൊരു മിസ്റ്റേക്ക്, സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസിൽ നമ്മൾ വാസ് എന്നതിന് പകരം വേറാണ് ഉപയോഗിക്കുന്നത്. ഇഫ് ഐ വേർ, ഇഫ് ഹി വേർ എന്നൊക്കെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വേറാണ് ഉപയോഗിക്കുന്നത്. അതും ഒരു മിസ്റ്റേക്ക് വരുത്തുന്ന ഭാഗം ആണ്. പലരും ഐ വാസ് എന്ന് ഉപയോഗിക്കും. ഇഫ് ഐ വാസ് റിച്ച് ഐ വുഡ് ഡൊണേറ്റ് ടു ചാരിറ്റി. നോക്കൂ, ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ ഞാൻ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തേനെ എന്നാണ്. പക്ഷേ ഇവിടെ ഐ വാസ് റിച്ച്, ഐ വേർ റിച്ച് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അത് ഇമാജിനറി സിറ്റുവേഷനാണ്, അൺറിയൽ സിറ്റുവേഷനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനി ഞാനൊരു സെൻറ്റൻസ് പറയാം, അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണോ എന്ന് പറയുക. ഇഫ് ഐ ഹാവ് എ ബൈസിക്കിൾ ഐ വുഡ് റൈഡ് ടു വർക്ക്. ഇത് തെറ്റായ സെൻറ്റൻസ് ആണ്. കാരണം ഫസ്റ്റ് കണ്ടീഷനിലും സെക്കൻഡ് കണ്ടീഷനിലും തമ്മിൽ മിക്സ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് കണ്ടീഷൻ ഉപയോഗിച്ചു, സെക്കൻഡ് പാർട്ടിൽ സെക്കൻഡ് കണ്ടീഷണലിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് തരത്തിൽ അത് കറക്റ്റ് ചെയ്യാം. ഒന്ന്, ഇഫ് ഐ ഹാവ് എ ബൈസിക്കിൾ ഐ വിൽ റൈഡ് ടു വർക്ക്. എനിക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഞാൻ
ജോലിക്ക് പോകുമ്പോൾ എന്താണ്, ഞാൻ വർക്കിന് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഐ വിൽ റൈഡ് ടു വർക്ക്. ഞാൻ സൈക്കിൾ ഉപയോഗിച്ചിട്ട് പോകും എന്നാണ്. അത് പോസിബിളാണ്, ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും എന്ന്. പക്ഷേ വേറൊരു തരത്തിലും അത് പറയാം. എനിക്ക് സൈക്കിൾ ഇപ്പോൾ ഇല്ല. അങ്ങനെയെങ്കിൽ എന്ത് പറയാം? ഇഫ് ഐ ഹാഡ് എ ബൈസിക്കിൾ ഐ വുഡ് റൈഡ് ടു വർക്ക്. അപ്പോൾ പ്രസൻറ്റ് റിയാലിറ്റി അതല്ല എങ്കിൽ സെക്കൻഡ് കണ്ടീഷണൽ ഉപയോഗിച്ച് പറയാം. പക്ഷേ ഒരു പാർട്ടിൽ ഫസ്റ്റ് കണ്ടീഷണലിൻ്റെ സ്ട്രക്ചറും സെക്കൻഡ് പാർട്ടിൽ സെക്കൻഡ് കണ്ടീഷണൽ സ്ട്രക്ചർ ഉപയോഗിച്ചാൽ അത് റോങ് ആണ്. മിക്സ് ചെയ്യാൻ പാടില്ല. ഞാനൊരു സിറ്റുവേഷൻ പറയാം. മരിയ അവളുടെ അടുത്ത് വരാൻ പോകുന്ന ദിവസങ്ങളെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണ്. ചില ദിവസത്തെ പ്ലാനുകളൊക്കെ നോക്കിയപ്പോൾ ഓക്കെ, നെക്സ്റ്റ് തേഴ്സ്ഡേ ചിലപ്പോൾ ഒരു ഓഫ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അവൾക്ക്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ വിസിറ്റ് ചെയ്യാൻ പോകും. പല കാര്യങ്ങളും പല ദിവസങ്ങളും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും ഒക്കെ നോക്കിയപ്പോൾ അവൾക്ക് തോന്നണം, ഓ നെക്സ്റ്റ് തേഴ്സ്ഡേ എനിക്ക് ചിലപ്പോൾ ഒരു ഓഫ് കിട്ടും, അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ കാണാൻ പോകും എന്ന്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 ഓപ്ഷൻസ് കൊടുക്കാം. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയണം. കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ കറക്റ്റ് എന്ന്? ഓപ്ഷൻ എ, ഇഫ് ഐ ഹാവ് എ ഡേ ഓഫ് ഐ വിൽ വിസിറ്റ് മൈ ഗ്രാൻഡ് മദർ. ഓപ്ഷൻ ബി, ഇഫ് ഐ ഹാഡ് എ ഡേ ഓഫ് ഐ വുഡ് വിസിറ്റ് മൈ ഗ്രാൻഡ് മദർ. ഇത് റിയൽ പോസിബിലിറ്റി ആണോ അതല്ലെങ്കിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുന്നതാണോ? പോസിബിൾ ആവുന്ന കാര്യമാണോ ഇത് എന്ന് ആലോചിക്കുക. സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആലോചിച്ചിട്ട് എഴുതുക. താങ്ക് യു.